ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഫേസിനെ ഒന്ന് സ്മൂത്തനിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഹെയർ സ്മൂത്തനിങ് കേട്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്തനിങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഉണ്ട് കഴിഞ്ഞ ശേഷം നമ്മളൊരു ഉടച്ച് നമ്മൾ സ്വീറ്റായിട്ട് കഴിക്കുമല്ലോ. സാധാരണ കല്യാണത്തിനൊക്കെയാണ് ഞാനത് കണ്ടിട്ടുള്ളത്. നമ്മൾ വീട്ടിലും കഴിക്കാറുണ്ട്, ഇഷ്ടം തോന്നുമ്പോൾ നമ്മളത് കഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ തൈരും പഴവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമല്ലോ. ഈ ഒരു സെയിം സാധനം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾക്ക് അറിയാമോ? അടിപൊളി റിസൾട്ടാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വേണ്ടത് ഒരു ബൗളാണ്, പക്ഷെ നമ്മൾ ഇതിനകത്ത് ചോറ് ചേർക്കുന്നില്ല. തൈരും പഴവും പഞ്ചസാരയും മാത്രം, ഈ ഒരു മിക്സിങ് മാത്രം നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബൗളിലേക്ക് ആദ്യം നല്ലൊരു പഴുത്ത പഴം കേട്ടോ, നന്നായിട്ട് പഴുത്ത്. നമ്മൾ സാധാരണ ഈ പഴമൊക്കെ ഒരുപാട് ഇതായി കഴിയുമ്പോൾ കളയാറില്ലേ? കളയുന്നതിന് പകരം നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാം. തൊലി ഇങ്ങനെ ആയാലും പഴം നല്ല ഒരു ഇതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിനെ മോയ്സ്ചർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ ഫേസിന് ഈ ഭാഗമൊക്കെ ഡ്രൈ ആവുക, ഫേസ് തന്നെ ഡ്രൈ ആവുക, ഇങ്ങനെ വലിഞ്ഞ് വരുന്നതായിട്ട് തോന്നത്തില്ലേ? അങ്ങനെയൊന്നും വരുന്നതിന് നമ്മൾ സ്മൂത്തനിങ് ചെയ്യാനാണ് നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പഴം നന്നായിട്ട് ഞാൻ ഉടയ്ക്കുവാണേ. പഴവും പഞ്ചസാരയും തൈരും നമ്മൾ സാധാരണ കഴിക്കത്തില്ലേ? അപ്പോൾ പക്ഷെ ചിലവർക്ക് എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം തൈര് ഭയങ്കര ത്രോട്ടിന് പ്രോബ്ലം ഉണ്ടാക്കും. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. പക്ഷെ നമ്മളിതൊന്ന് ഉടച്ച് നല്ല രീതിയിൽ എത്രത്തോളം നന്നായിട്ട് ഉടയ്ക്കാമോ അത്രയും നന്നായിട്ട് ഉടയ്ക്കാം. നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തൈര് ചേർക്കാൻ പോകും. 1 ടേബിൾ സ്പൂൺ തൈര്. നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു തുടം പഴം എടുത്താൽ മതി. 1 സ്പൂൺ തൈര് അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് ഒരു ഡാമേജും ഉണ്ടാക്കത്തില്ല, നല്ല ഒരു റിസൾട്ട് തരുന്നതായിരിക്കും. നമുക്ക് മിക്സി വേണ അരയ്ക്കാൻ ചെറിയ ജാർ ഉണ്ടാവുക, ചെറിയ ജാറിൽ നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളേ. കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ട് ഉടച്ച് നമ്മൾ സ്ക്രബ്ബറിന് ഏറ്റവും ബെസ്റ്റാണ് പഞ്ചസാര. അത് പൊടിച്ചെടുക്കുക, തരിയായിട്ട് തന്നെ എടുക്കുക. പക്ഷെ നമ്മൾ ഒത്തിരി അങ്ങ് റബ്ബ് ചെയ്യാൻ പാടില്ല, സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. അപ്പം നമ്മൾ വളരെ സ്ലോയിൽ സാവകാശം നമ്മളിത് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യണം. പാക്ക് റെഡി. നോക്കാവേ. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക്, കണ്ണിൻ്റെ ഈ ഒരു ഭാഗം അവോയ്ഡ് ചെയ്യുക കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടോ? ആ ഒരു നന്നായിട്ട് നമുക്ക് ഉടഞ്ഞിട്ടുണ്ട്. തണുപ്പ് കാലം തുടങ്ങുമ്പോൾ എൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവും. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ.
ചുണ്ട് നല്ല തേക്കുന്നത്. മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ചെറിയ ബ്ലാക്ക് കളറൊക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ നല്ലതായിട്ട് നമുക്ക് കുറഞ്ഞ് കിട്ടും. നമുക്ക് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ടൈമിംഗ് ഒന്നും പറയുന്നില്ല, ചെറിയ ഡ്രൈനെസ് വരുമ്പോൾ നമ്മൾ ഫേസിൽ നിന്ന് കഴുകാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫേസ് ചെറിയ തോതിൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യാൻ പോവാണ്. ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വലിയൊരു ബൗളിൽ വെള്ളം എടുക്കുക. ജസ്റ്റ് നമ്മളൊന്ന് കൈ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. ചുണ്ടിന് വെടിച്ചിലൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഇത് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരും. എൻ്റെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അല്ല, ചുണ്ടൊക്കെ നല്ല സോഫ്റ്റായി. നിങ്ങളിത് ഒരേ ഒരു വട്ടം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ ഫേസ് നല്ല സോഫ്റ്റ്നെസ്സും നല്ലൊരു, നമുക്ക് ഇപ്പം അത്യാവശ്യം വേണ്ട ആ ഒരു കാര്യമാണ്. നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കുക, വലിച്ചിൽ വരാതിരിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. വെളുക്കുന്നൊന്നും അല്ല ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് പറയുന്നത്. വെളുത്ത് തുടുക്കുക എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ആണെങ്കിൽ ഡ്രൈ ആകാതിരിക്കുക. വെള്ളം പറ്റിയിട്ട് നമ്മൾ ഉണങ്ങിയ മരുഭൂമി പോലെ ഇരിക്കില്ലേ, അതേപോലെ ആകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ടാറ്റാ ബൈ.